ഇവനെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചപ്പോ ഇവന്റെ ഫോൺ ബിസി ആണല്ലോ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് മാനക്കേട്. അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ആ കഴുതയോട് പറയാന്ന് വെച്ചപ്പോ ഫോണാണെങ്കിൽ കണക്ട് ആവുന്നില്ല. ഛേ, എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. നീ നീ ആരോടാ ആരോടാ സംസാരിക്കുന്നെ? നോൺസെൻസ്. അതെ, നീയാ. എനിക്ക് തോന്നുന്നേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ കണക്ട് ആവാതിരുന്നെ. എനിക്കത് മനസ്സിലായി. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അതെ, എനിക്കത് ആദ്യം മനസ്സിലായതാ. പിന്നെന്തിനാ നോൺസെൻസ് എന്ന് പറഞ്ഞേ? നിന്റെ വോയിസ് കേട്ട ആദ്യം ഓർമ്മ വരുന്ന എനിക്ക് അതാ. എനിക്ക് നിന്റെ മുഖം കാണുമ്പോ തന്നെ രാമായണം ചൊല്ലണമെന്നാ തോന്നുന്നേ. കേക്കണോ? എടേ, വല്ലത് ഓവർ ആവേണ്ടതേ. ഞാൻ പറയുന്ന കാര്യം ആദ്യം അങ്ങോട്ടേക്ക് കേക്ക്. ശരി, ആയിക്കോട്ടെ, പറഞ്ഞു. ഞാനൊരു തീരുമാനത്തിലെത്തി. നാളെ നീ ആ കാര്യം അറിഞ്ഞു കഴിയുമ്പോ നീ ആവട്ടെ നിന്റെ വീട്ടുകാരാവട്ടെ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് കരുതി ആദ്യമേ ഫോൺ വിളിച്ചത്. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? നീ എവിടെ ഉണ്ടോ അതോ ചത്തോ? ആ, കേക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഷോക്കായി പോയി. ചില സമയത്ത് നീ പറയുന്ന കേൾക്കുന്നതിലും ഭേദം ചാവുന്നതാ നല്ലതെന്ന് തോന്നും. വാട്ട്? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഇവിടെ ഞാൻ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല, ഞങ്ങൾ തെറ്റിദ്ധരിക്കണ്ടെന്ന് നീ പറയുന്നു. അത്രയും വലിയൊരു ഡിസിഷൻ നീ എന്തിനാ എടുത്തത്? എന്ത് ചെയ്യണമെന്നാ നീ തീരുമാനിച്ചിരിക്കുന്നേ? തോക്ക് കയറി വെടിവെക്കല്ലേ. മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ എപ്പോഴും പടപടാന്ന് സംസാരിച്ചോണ്ടിരിക്കും. മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരു അവസരം എന്താ? ശരി, ഓക്കെ, നീ പറ, എന്താ നിന്റെ പ്രോബ്ലം? അല്ല, എന്താ നിന്റെ തീരുമാനം? അതെന്താന്ന് അറിയാനാണെങ്കിൽ നിനക്ക് നാളെ രാവിലെ അങ്ങോട്ടേക്ക് വിളിച്ചാ പോരെ. ഇപ്പൊ എന്തിനാ വിളിച്ചേ? വല്ലാത്ത കഷ്ടം നിന്റെ കാര്യം. എന്താ കാര്യം എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണോ? അത് നാളെ അറിയാം. ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. നീ ഇനി എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല. പക്ഷെ നിനക്കെന്നെ വിശ്വാസമില്ലേ? ഹലോ, എടി കഴുതേ, ഹലോ. ഇതിപ്പോ വല്ലാത്ത പാടായല്ലോ. ഒന്ന് ചോദിച്ചാൽ മറ്റൊന്ന് പറയും. ഇപ്പൊ എന്തിനാ ഈ വിശ്വാസത്തെ പറ്റിയൊക്കെ പറയുന്നേ? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി. യെസ് ഓർ നോ, എനിക്ക് ആ ഉത്തരം വേണ്ടത്. എന്നെ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? എന്തൊരു കഷ്ടം ഇത്. ശരി, കേക്ക്. വിശ്വാസമുണ്ട്, ഒരുപാട് വിശ്വാസമുണ്ട്. ഗൗതമിന്റെ കാര്യത്തില് നിന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യം. എന്നാ അത് കഴിഞ്ഞു പോയ കാര്യ. അതിനുശേഷം നടന്ന ഒരു കാര്യത്തിലും തന്നെ ഞാൻ നിന്നെ അവിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇനി അങ്ങോട്ടും വിശ്വസിക്കും. കണ്ണടച്ച് വിശ്വസിക്കും. ഹലോ വേദാന്തേ, എടോ അഹങ്കാരി, വേദാന്ത് മേനോൻ ലൈനിലുണ്ടോ അതോ ചത്തോ? ഹലോ. ആ അതെ, ഹലോ തന്നെ. എനിക്ക് നിന്നെ വിശ്വാസാന്ന് പറഞ്ഞില്ലേ, ഇനി ബാക്കി പറ. നാളെ തീരുമാനം അറിഞ്ഞ എന്താവും അറിയില്ല. ആൻഡ് അത് ആരതിക്കും വിക്രാന്തിനും വേണ്ടി ചെയ്യുന്നതാ. അത് നീ ഓർത്താ മതി. ഹലോ ഹലോ വേദാന്ത്, ഹലോ. കട്ട് ചെയ്തിട്ട് പോയി. നാട്ടുകാർക്ക് ആർക്കും മാനേഴ്സ് ഇല്ലെന്ന് പറയുന്നേക്കാളും എന്നാ അവൻ ഒട്ടുമില്ല. ഒരു മാനേഴ്സും ഇല്ലാതെ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. തിരിച്ചൊന്ന് വിളിച്ചാലോ? നോനോ, വന്ന് റൗഡി ബേബി ആ അഹങ്കാരിയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയായോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും നടക്കില്ല. ഈ ജന്മത്തിലും നടക്കില്ല, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും നടക്കില്ല. Environmental pollution can be defined as an undesirable change in physical, chemical, or biological characteristics of a component. Pollution is the direct or indirect change in the component.
നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആരാ നിങ്ങള്? ഈ തോന്നിവാസമൊന്നും എന്നോട് വേണ്ട. ചില സമയത്ത് ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. റൗഡി ബേബി എങ്ങാനും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കൈയും കാലും അടിച്ച് വീട്ടിൽ കൊണ്ടിടും, പറഞ്ഞേക്കാം. പാവാരതി ചേച്ചി, അമ്മ വഴക്ക് പറഞ്ഞതുകൊണ്ടായിരിക്കാം. അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. അല്ല, വിക്കി ചേട്ടന്റെ ഒപ്പം എൻഗേജ്മെന്റ് വേണ്ടാന്ന് ചേച്ചി എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? അമ്മു ചേച്ചിക്കും അതിഥി ചേച്ചിക്കും കാരണം എന്താന്നറിയായിരിക്കും. ഇനി അറിഞ്ഞാലും കൂടെ ഞാൻ കുട്ടിയായതുകൊണ്ട് എന്നോട് പറയാതിരിക്കുന്നതായിരിക്കോ? കേറിക്കോ ആരതി. ഞാനല്ലേ പറയുന്നത്, കേറൂ. കേറിക്കോളൂ ആരതി. ആരതി പ്ലീസ് കയറിയിരിക്കേ. ചേട്ടാ എങ്ങോട്ടേക്കാ? ഞാൻ പറഞ്ഞത് കേക്ക്. ആദ്യം നീ കയറിയിരിക്കേ. ആരതി പ്ലീസ് ട്രസ്റ്റ് മീ. കേറോ. അമൂല്യ ചേച്ചി, അമൂല്യ ചേച്ചി. ശരി ശരി ചെറിയമ്മേ. ആ, ഞാൻ അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയോ? ആരുടെയായിരുന്നു ഫോൺ? ചെറിയമ്മ ഇപ്പൊ വിളിച്ചത്. വല്ലാത്ത സങ്കടത്തിലാണെന്നാ തോന്നുന്നത്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവർക്കിനി ഇതില് എന്ത് ചെയ്യാനാ പറ്റുക? ആരതി ഒന്നും പറയുന്നില്ല. വിക്കിയും സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇനി ആകെയുള്ളൊരു ഓപ്ഷൻ അമൂല്യം വേദാന്തും മാത്രമാ. എന്നാ ഇന്നലെ എനിക്കൊരു കാര്യം കൺഫേം ആയി. ചില സമയത്ത് ഞാൻ നിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ള സത്യ. ആരതി അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് നീ കണ്ടുപിടിച്ചോ? സബാഷ്. എന്തായാലും നീ എന്റെ ഭാര്യയല്ലേ, എന്നെ പോലെ സ്മാർട്ട് ആയിരിക്കും. നിങ്ങളുടെ ചെവിയിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം, എന്നാലേ നിങ്ങൾ ശരിക്കും കേൾക്കൂ. നീ എന്താ ഈ പറയുന്നേ? വായി തോന്നുന്നത് പറയുന്നത് നിങ്ങളാ. ഞാൻ പറഞ്ഞത് എനിക്കൊരു കാര്യം കൺഫേം ആയിന്ന, അല്ലാതെ നിങ്ങൾ പറഞ്ഞതല്ല. സോറി. ഞാൻ സ്മാർട്ട് എന്ന് പറഞ്ഞത് വേദാന്തിനെയാ, നിന്നെയല്ല. അല്ല, എന്താ കൺഫേം എന്ന് പറഞ്ഞ? അമൂല്യയുടെയും വേദാന്ത് ചേട്ടന്റെ ഇടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. നമ്മുടെ കല്യാണം കഴിഞ്ഞ 2ാമത്തെ ദിവസം മുതൽ നീ ഇത് പറഞ്ഞോണ്ടിരിക്കുക. എന്നാ അവരെ രണ്ടുപേരെയും കണ്ടിട്ട് എനിക്ക് ഒരു ഡെവലപ്മെന്റും തോന്നുന്നില്ല. അതാ സത്യം. നിങ്ങൾക്കൊന്നും കണ്ടാ മനസ്സിലാവില്ല. ഒരു ബന്ധമില്ലാത്ത ആൾക്കാരിങ്ങനെ പബ്ലിക്കായിട്ട് കെട്ടിപ്പിടിക്കില്ല. ഒരുപാട് നാൾ ഒരുമിച്ചായിരുന്നില്ലേ? സോ നല്ല ഫ്രണ്ട്സായി കാണും, അല്ലാതെ പിന്നെന്താ? നോ, ഒരു ചാൻസും ഇല്ല. ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് ആവാൻ യാതൊരു ചാൻസും ഇല്ല. അവർക്കിടയിൽ മറ്റെന്തോ ഉണ്ട്, എന്നാൽ അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ എങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ഞാനിപ്പോ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ. അല്ല ചേട്ടൻ എന്നെ പെട്ടെന്ന് അവിടുന്ന് വിളിച്ചോണ്ട് വന്ന വീട്ടുകാരെല്ലാവരും എന്താ കരുതുക? ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാൻ എന്നെ കിട്ടില്ല. ചേട്ടൻ എന്തിനാ എന്നോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തൊക്കെയാണ് പറയുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ തിരിച്ചെന്റെ വീട്ടിലൊന്ന് കൊണ്ടുചെന്നാക്കോ? സോറി ആരതി, ഒരു പെൺകുട്ടിയോട് അടുത്ത് ഇടപഴകുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയുള്ളപ്പോ ഞാൻ ഒരു കാര്യത്തിനും ഒരു രീതിയിൽ ഒരാളെയും ഫോഴ്സ് ചെയ്യില്ല. പക്ഷെ ഈ കാര്യം ഇതെന്റെ കടമയാണ്. ചേട്ടൻ എന്താ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
ദേവി ഇതത് എന്തെന്നൊന്ന് പറയോ? ഉറപ്പായിട്ടും പറയാം, പക്ഷെ ഇപ്പോഴല്ല. ഞാൻ ഈ രീതിയിൽ നിന്നെ വിളിച്ചോണ്ട് പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്താ ചെയ്യാ, എന്റെ അനിയന്റെ ഭാവിയെ ഞാൻ നോക്കുന്നേ. വീട്ടിലെ ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അമൂല്യോടും പറഞ്ഞിട്ടുണ്ട്. അവൾ അതിന് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ. ചേട്ടൻ പറയണ്ടെന്ന് പറഞ്ഞിരുന്നു അവളോട്? ഇല്ല, ഞാനെടുത്ത തീരുമാനം എക്സാക്റ്റ് ആയിട്ട് അവൾക്കും അറിയില്ല. ഇതാ നോക്ക്, വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനായിട്ടിരിക്കേണ്ട ആരതി. കൂളായിട്ടിരിക്കും. വേദാന്ത് ചേട്ടൻ ഇതുവരെ എന്നോട് ഒരു തവണ പോലും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ചേട്ടൻ എന്ത് ചെയ്യാനാണ് അവ തീരുമാനിച്ചിരിക്കുന്നത്? ചേട്ടാ, എനിക്കെന്തോ വല്ലാണ്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. ചേട്ടൻ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ. എന്ത് റിപ്പയർ ചെയ്യണമെന്നാ ഉദ്ദേശിച്ചത്? ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചേട്ടാ, എന്തിങ്ങോട്ട് വരാൻ പറഞ്ഞേ? വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദന ജായേത സർവവിഘ്നാശ ശാന്തേ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ മഹേശ്വര. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു. അയ്യോ അമ്മേ, കുറച്ച് പയ്യെ പറയാമേ. ഇങ്ങനെ പറഞ്ഞ ദൈവങ്ങളെല്ലാം ഇറങ്ങി ഓടേണ്ടി വരുമല്ലോ. ഇത് വല്ലത്തെ കഷ്ടമാണല്ലോ നിന്റെ കാര്യം. ഞാൻ പറയുന്ന മന്ത്രമല്ലേ, മെല്ലെ പറയാൻ. ഇത് ദൈവത്തിന് വേണ്ടി മാത്രം കേൾക്കാൻ വേണ്ടിയല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എന്താ മുറുക്കുണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കാണോ? മന്ത്രം ചൊല്ലുന്നത് അമ്മയ്ക്ക് മാത്രം കേട്ടാ പോരെ? മന്ത്രവും ഭജനവും എല്ലാം എല്ലാവർക്കും കേൾക്കുന്ന പോലെ വേണം പറയാൻ. പറയുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കും പുണ്യം കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ അമ്മയല്ലേ. അമ്മയോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. അമ്മ കണ്ടിന്യൂ ചെയ്തോ. എനിക്ക് ബാങ്കിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് വരാം. ഏയ്, ഒരു നിമിഷം നിക്കേ. ഇനി എന്താ അമ്മേ? ഇന്ന് നിന്റെ ചേച്ചിയുടെ നിശ്ചയം നടക്കേണ്ട ദിവസമല്ലേ? അവൾക്ക് എന്തോ കെട്ട ബുദ്ധി തോന്നി, വേണ്ടാന്നും വെച്ചു. ഞാനും ദേഷ്യത്തില് അവളെ എന്തൊക്കെയോ പറഞ്ഞു. നിന്റെ അച്ഛൻ രാത്രി മുഴുവൻ എന്നോട് കുറേ സംസാരിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണമെന്നും പറഞ്ഞു. നീ അതിലൊന്നും തലയിടണ്ടെന്നും എന്നോട് പറഞ്ഞു. നീ അവളോട് പോയൊന്ന് സംസാരിക്കും മോളെ. സംസാരിക്കുന്ന കാര്യമൊക്കെ പിന്നെ. അതിനൊക്കെ മുമ്പ് അവൾ എന്തുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞെന്ന് എനിക്കൊന്നറിയാം. ചേച്ചി, ചേച്ചി, അത് ചേച്ചി, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. ഏയ്, നീയും കള്ളം പറയാനൊക്കെ തുടങ്ങിയോ? എന്താ കാര്യമെന്ന് വെച്ചാ ഇവിടെ നിന്ന് പറഞ്ഞാ മതി. അത് അമ്മ, എന്റെ സ്കൂളിൽ ഒരു പെണ്ണുണ്ടമ്മേ. ലത എന്നാ പേര്. അവൾ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. നിന്നെ അവള് ശല്യപ്പെടുത്തിന്നോ? ആരാടി അവള്? ആരാന്ന് എനിക്ക് കാണിച്ചതാ. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അവക്കറിയില്ലേ നീ റൗഡി ബേബിയുടെ അനിയത്തിയാണെന്നുള്ള കാര്യം? പറയുന്നതിന് മുൻപേ ഒരു തവണ നിന്നോട് പറഞ്ഞിട്ട് പറയാന്ന് കരുതി. ഇത് തന്നെയാ നീയൊക്കെ ചെയ്യുന്ന തെറ്റ്. എന്നെ പോലെ ഒരാളുള്ളപ്പോ എത്ര മോശപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിലും നീയൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് പറയാൻ എന്താ ഇത്ര മടി? തുടങ്ങി അവളുടെ റൗഡിഗിരി. എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യ്. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ കാണണോ എന്തോ. എടി വന്നേ, ആരാന്ന് എനിക്ക് കാണിച്ചതാ. ഏതവളാണെങ്കിലും അവളുടെ കഥ എന്നെ തീർക്കും. അയ്യോ, അതല്ല ചേച്ചി കാര്യം. അമ്മയുടെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് കരുതി ഞാൻ പറയാഞ്ഞതാണ്. കാര്യം വേറൊന്നാണ്. വേറെന്താ? ഇവിടെ വെച്ച് വേണ്ട ചേച്ചി, വാ പറയാം. എടി, നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ പറയുന്നത് സത്യാണ്. മതി പറഞ്ഞത്. ഭ്രാന്ത് പിടിച്ചതുപോലെ വല്ലതൊക്കെ പറഞ്ഞോണ്ട് നടന്നാലേ അതിഥിക്ക് കിട്ടുന്ന പോലെ നിനക്കും കിട്ടും. വേദാന്ത് വന്ന് ചേച്ചിയെ വിളിച്ചോണ്ട് പോയിന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? അവർ കാറി കയറി പോയതാ ചേച്ചി, സത്യമാ ഞാൻ പറയുന്നേ. ഏയ്, നീ എന്തൊക്കെ പൊട്ടത്തരയി പറയുന്നേ? നിനക്ക് എന്താ വട്ടായോ? ചേച്ചി ദേഷ്യപ്പെടാതെ, ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറയാം. ഭ്രാന്തിയെ പോലെ ചുമ്മാ ഓരോന്ന് പറയണ്ട. വേദാന്തിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല. ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ അവനൊന്നും പെരുമാറാൻ പോകുന്നില്ല. അതോർത്തോ? ഞാൻ പറയുന്നതൊന്ന് ശരിക്കും കേൾക്ക് ചേച്ചി. എന്താ നിനക്ക് പറയാനുള്ളേ?
നീ പറഞ്ഞത് സത്യമാവാൻ ഒരു ചാൻസും ഇല്ല. നീ വേറെ ആരെയോ കണ്ട് കൺഫ്യൂഷൻ ആയതാ. ഇതൊക്കെ കൊണ്ടാ നിന്നോട് മോളിൽ പോയി അങ്ങനെ നിക്കണ്ടെന്ന് പറയുന്നേ. വെറുതെ ഇരിക്കു ചേച്ചി. ഇപ്പൊ നീയാ വെറുതെ ഓരോന്ന് പറയുന്നേ. ഞാൻ എന്തിനു കള്ളം പറയണം? നീ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ കള്ളാണോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യ. പക്ഷെ വേദാന്ത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് അത് കള്ളവാ. ആ കള്ളം ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. ഞാനും അങ്ങനെ തന്നെയാ കരുതിയേ. പക്ഷെ സത്യം അറിഞ്ഞപ്പോ ഞാനും ഷോക്കായി. അറിയോ അഞ്ജു, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാനാണോ ഓരോന്ന് പറയുന്നേ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ ഇങ്ങനെ വട്ട് പിടിച്ച പോലെ? നിന്റെ സ്ക്രൂ എങ്ങാനും ലൂസായി താഴെ വീണോ? നോക്ക്, ഇനി നീ മിണ്ടിയാ നീ വാങ്ങുവേ. എന്റെ സ്ക്രൂ എവിടെ വേണേലും വീണ് പോക്കോട്ടെ. പക്ഷെ വേദാന്തിനെ പറ്റി ആവശ്യമില്ലാത്ത പറയാൻ നിക്കല്ലേ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അവൻ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുമുണ്ട്. നോക്ക് നോക്ക്, ശരിക്കും നോക്ക്, കണ്ണു തുറന്നു നോക്ക്. ഞാനെടുത്ത തീരുമാനം നാളെ പറയാം. അത് ആരതിയുടെയും വിക്രാന്തിനും നല്ലതിന് വേണ്ടിയിട്ടാ. ഇപ്പൊ ഒന്നും ചോദിക്കരുത്. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവന് നീ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വെറുതെ നിൽക്കുവാണല്ലോ ഇപ്പൊ. എന്ത് പറഞ്ഞാലും നീ അടിക്കുമല്ലേ? ചേട്ടൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ്, ഞങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് എന്നോടൊന്ന് പറയോ? ചേട്ടാ, നീ എന്നെ ആർതിയുടെ കൂടെ എങ്ങോട്ട് കൊണ്ടുപോയാലും ഞാനും വരാം. നീ എന്തായാലും ആർതിനെ കൂട്ടി വന്നല്ലോ. നീ സൂപ്പർമാനാ, അല്ലല്ല ശക്തിമാനാ. ഒന്ന് ചുമ്മാ ഇരിക്കും വിക്രാന്ത്. ഓക്കെ, ചുമ്മാ ഇരിക്കാം. ഒരു മിനിറ്റ് ഈ കാർ ഒന്ന് നിർത്തോ. എന്തിനാ? ഞാൻ വേഗം തന്നെ പിൻസീറ്റോട്ട് ചാടാം. അതിന്റെ ആവശ്യമില്ല. തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. കണ്ടു ആരതി, നമ്മുടെ ലവ്വേ എത്രത്തോളം പവർഫുൾ ആണ്. നീ എത്രയൊക്കെ ദൂരത്തേക്ക് അകലാൻ നോക്കിയാലും പിന്നെ പിന്നെ നമ്മൾ അടുത്തോണ്ടിരിക്കുക. വിക്കി വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. അയ്യോ, നീ വരുന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാനും ചേട്ടന്റെ കൂടെ വന്നേനെ. അത് വിട്, എന്തിനാ എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞേ? ഇപ്പോഴെങ്കിലും പറ. നോക്ക്, ഈ വാശി അത്ര നല്ലതല്ല. മിണ്ടാതിരിക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ ഈ ജാതകവും സമയമൊക്കെ നോക്കാണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ മോളുടെ ചെക്കന് മരണം വരെ സംഭവിക്കാൻ മോളെ. നിന്നെ ഇത്രയും അധികം സ്നേഹിച്ച് എനിക്ക് അതറിയാനുള്ള അവകാശം പോലും ഇല്ലെന്നാണോ? ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നീ അവളോടൊന്നും ചോദിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. തൽക്കാലം മിണ്ടായിരിക്കേ. അതെ, വിക്കിയും വേദാന്തും എത്തിയിട്ടില്ലേ? ഈ റൂൾസ് ഒക്കെ ഭർത്താവിന് മാത്രമാണോ? ദാ നിന്റെ അനിയൻ പോത്തുപോലെ തിന്നുന്നുണ്ടല്ലോ. എന്തിനാ ഇപ്പൊ അവന്റെ കാര്യം പറയുന്നത്? ഞാൻ എന്തിനാ ഇവന്റെ ഒക്കെ കാര്യം പറയുന്നത്? ഇവനെന്താ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ വല്ലതുമാണോ? നോക്ക് ചേച്ചി, ഇത് കണ്ടോ? ഞാനൊരു വട കഴിക്കുന്നതിനാ ഇത്രയൊക്കെ പറയുന്നത്. അതെ, നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ കളിയാക്കുന്നേ? അവന് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എനിക്കും പറ്റില്ല. അവരെ വേഗം വിളിക്കുക. വിക്കി, വേദാന്ത്. അമ്മേ, വേദാന്ത് സർ രാവിലെ തന്നെ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയെന്നോ? വിക്രാന്ത് സാറൂടെ അവരുടെ പിന്നാലെ കുറച്ചു മുന്നേ പോയിട്ടുണ്ടായിരുന്നു. എത്ര നേരമായി ഞാൻ അവരെ വിളിക്കുന്നു. നിനക്കെന്താ പറയാറുന്നില്ലേ? ക്ഷമിക്കണം അമ്മേ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പം അതിന്റെ ഇടയിൽ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചാ പറയാതിരുന്നേ. ശരി, പോയിക്കോ. ശരി അമ്മേ. ഇവരിത്ര രാവിലെ എവിടെ പോയതായിരിക്കും? നിങ്ങൾ കഴിക്കളിയാ, അവര് വന്ന് കഴിച്ചോളും. മര്യാദക്ക് വായടച്ച് പിടിച്ചോണം, അല്ലെങ്കിൽ നിന്നെ പല്ലടിച്ച് കുഴിക്കും ഞാൻ. വായടച്ച് കുടിച്ചാ പിന്നെ എങ്ങനെ കഴിക്കാൻ പറ്റുന്നത്? ഇത് നല്ല തമാശ ആണല്ലോ.
ജാതകത്തിന്റെ കാര്യം പറഞ്ഞ് അതൊന്നും കണക്കാക്കാതെ എൻഗേജ്മെന്റ് നടത്തും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവര് തന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്? ചേട്ടാ നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്?